ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബൈബിൾ വായിച്ച് ദൈവത്തെ അറിയുവാൻ ശ്രമിക്കരുത് എന്ന വചനവിരുദ്ധമായ പ്രസ്താവന പാസ്റ്റർ ഷിബു പീഡിയേക്കൽ തൻ്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതുകയുണ്ടായി. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ചർച്ചകൾ ഫേസ്ബുക്കിൽ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തിരുവചന വിരുദ്ധമായതിനാൽ അതിനോടുള്ള ശക്തമായ വിയോജിപ്പ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് കീഴിൽ രേഖപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അനേക വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആ പ്രസ്താവനയെക്കുറിച്ചൊരു വിശദീകരണം നൽകണമെന്നുള്ള തോന്നലാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. പാസ്റ്റർ ഷിബു പീഡിയേക്കൽ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ബൈബിൾ വായിച്ച് ദൈവത്തെ അറിയാൻ ശ്രമിക്കരുത്. അദ്ദേഹത്തിൻ്റെ പഠിപ്പീരനുസരിച്ച് ഒരു മനുഷ്യൻ ദൈവത്തെ അറിയണമെങ്കിൽ അദ്ദേഹം പ്രപഞ്ചത്തിലേക്ക് നോക്കണം. ബൈബിൾ വായിച്ച് ദൈവത്തെ അറിയാൻ ശ്രമിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വിശുദ്ധ തിരുവെഴുത്തിന് ഘടകവിരുദ്ധമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ഒരു മനുഷ്യൻ നോക്കിയാൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നൊരു ആശയം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ ആ ദൈവം ആരാണ്, ആ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ആ ദൈവത്തിൻ്റെ പേരെന്താണ്, യേശുക്രിസ്തു ദൈവമാണ്. ഇങ്ങനെ സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. പാസ്റ്റർ ഷിബുവിനോട് എനിക്കൊരു ചോദ്യം. യേശുക്രിസ്തു ദൈവമാണെന്ന്, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന്, ദൈവത്തിൻ്റെ പേരെന്താണെന്ന് നമ്മൾ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ കാളയോ പശുവിനെയോ പോത്തിനെയോ അല്ലെങ്കിൽ മറ്റു ജീവജന്തുക്കളെ നോക്കിയാൽ നമുക്ക് ലഭിക്കുമോ? അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ താങ്കൾ പറയുന്നു നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തെ അറിയണം, ബൈബിൾ വായിച്ച് അറിയരുത്. ശുദ്ധ അബദ്ധമാണ്. താങ്കൾക്ക് പിന്നെ ആ ബൈബിൾ എടുത്ത് എങ്ങനെ പ്രസംഗിക്കുവാൻ താങ്കൾ കഴിയുന്നു? ഒരു അവിശ്വാസി ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിന്റെ സഹായമില്ലാതെ പ്രപഞ്ചങ്ങളുടെ കാര്യങ്ങളെടുത്ത് താങ്കൾക്ക് അദ്ദേഹത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ദൈവത്തെക്കുറിച്ചൊരു മനുഷ്യന് അറിവ് ലഭിക്കണമെങ്കിൽ അത് ബൈബിളിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കത്തുള്ളൂ. താങ്കളെ പിന്തുണച്ചുകൊണ്ട് താങ്കളുടെ സുഹൃത്തുക്കളും പിന്നെ പേരെടുക്കാൻ നിൽക്കുന്ന അനേക മറ്റുള്ള വ്യക്തികളും ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്തുണയുമായി വന്നിരിക്കാം. പക്ഷേ തിരുവെഴുത്തനുസരിച്ച് ദൈവത്തെ അറിയുവാൻ ദൈവം തന്നിരിക്കുന്ന ശക്തമായ വെളിപ്പാടാണ് വിശുദ്ധ ബൈബിൾ. അതിന് പാസ്റ്റർ ഷിബു അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പാസ്റ്റർ ഷിബുവിൻ്റെ ആശയം സത്യമാകത്തില്ല. ദൈവവചനം വാമൊഴിയായി തലമുറയായി അത് പകർന്നതുകൊണ്ടാണ് അനേക പിതാക്കന്മാർ, നമ്മുടെ ആദിമ പിതാക്കന്മാർ ദൈവം ആരെന്ന് അറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ല പ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തെ ജനങ്ങൾ അറിയുമെന്നാണ് എന്നുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വിഗ്രഹാരാധന ഉണ്ടായി? അതിൽ കൂടെ അവർ ദൈവത്തെ അറിയണ്ടേ? സത്യദൈവത്തെ അറിയണ്ടേ? അവരറിഞ്ഞില്ലല്ലോ. പക്ഷെ ഷിബുവിന് അങ്ങനെ പ്രപഞ്ചം വഴി യേശുവിനെ അംഗീകരിച്ച അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്ന സത്യദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ബൈബിളിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? ആ ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം എനിക്ക് തന്നെ പറയാൻ പറ്റും. അബ്രഹാമിന്റെ പിതാക്കന്മാർ വിഗ്രഹാരാധികളായിരുന്നു. അബ്രഹാം അവിശ്വാസിയായിരുന്നു. എന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് പ്രപഞ്ചത്തെ കണ്ടിട്ടല്ല, പ്രപഞ്ച സൃഷ്ടികളെ കണ്ടിട്ടല്ല.
അബ്രഹാമിന് ദൈവത്തിൻ്റെ സ്വരം അബ്രഹാമിലേക്ക് എത്തിയപ്പോൾ ദൈവം ഉണ്ടെന്നും ആ ദൈവം ഏക ദൈവമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് വിശുദ്ധ ബൈബിൾ ആ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വാമൊഴിയായി വന്ന ആ വചനം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് എഴുതപ്പെട്ട രൂപത്തിൽ നമുക്ക് പുസ്തകമായി ലഭിച്ചു. നാം ഇനിയും പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തെ അറിയാത്തൊരു വ്യക്തി പ്രപഞ്ചത്തിൽ നോക്കി ദൈവത്തെ അറിയണമെന്ന് പറയുന്നത് ശുദ്ധാബദ്ധമാണ്. അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവം വെളിപ്പെടുത്തേണ്ട അഭിഷിക്തന്മാർ വെളിപ്പെടുത്തിയ സത്യമായ ബൈബിൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ പറയാണ് ബൈബിൾ വായിച്ച് അറിയരുതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, താങ്കളുടെ സുവിശേഷകനാണോ? താങ്കളുടെ അബദ്ധപരമായ പ്രസ്താവനകൾ താങ്കൾ പിൻവലിച്ച് താങ്കൾ ശരിക്കും വിശ്വാസ സമൂഹത്തോട് തികച്ചും സോറി പറയേണ്ടത് ആവശ്യമാണ്. താങ്കൾ പറഞ്ഞ അടുത്തൊരു പ്രസ്താവനയാണ് വിശുദ്ധ ബൈബിൾ വിശ്വാസികൾക്കുള്ളതാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു അവിശ്വാസി നിങ്ങളടുക്കൽ യേശുവിനെ സത്യദൈവത്തെക്കുറിച്ച് അറിയുവാൻ വരികയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു കാര്യം പോലും കോട്ട് ചെയ്യാതെ ആകാശം ദൈവത്തിൻ്റെ മുഖത്തെ വർണ്ണിക്കുന്നു എന്നുള്ള തിരുവചന സത്യത്തെ പോലും ഒഴിവാക്കിക്കൊണ്ട് താങ്കൾക്ക് സത്യദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല സുഹൃത്തെ, താങ്കൾക്ക് അതിന് പറ്റത്തില്ല. തിരുവചനം ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുക, ദൈവത്തെക്കുറിച്ച് അറിവ് കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് ശ്രമകരമാണ്. അത് ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആൾക്കാരെ പ്രസാദിപ്പിക്കാനായിട്ട് കുറേ ഡയലോഗ് എഴുതാമെന്നല്ലാതെ നമുക്കതിന് കഴിയത്തില്ല. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് ബൈബിൾ ഈസ് സെക്കൻഡറി സോഴ്സാന്ന് പറഞ്ഞു. ശുദ്ധാബദ്ധം. ഷിബു പാസ്റ്റർ പറഞ്ഞതാണ്, ഒരുപാട് വർഷങ്ങൾ കർത്താവിൻ്റെ വെല്ലായിരുന്ന പാസ്റ്റർ ഷിബു പറഞ്ഞ കാര്യമാണ്. ബൈബിൾ വളരെ ചെറിയ പുസ്തകമാണ്. ബൈബിളിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. പ്രപഞ്ചം വിശാലമാണ്, അതുകൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തിൽ നോക്കി ദൈവത്തെ അറിയണമെന്ന്. എൻ്റെ പൊന്നു ഷിബു പാസ്റ്ററെ, താങ്കളുടെ ഈ അബദ്ധ ചിന്താഗതികൾ, ദുരുപദേശങ്ങൾ താങ്കൾ നിർത്തി നിങ്ങൾ സത്യദൈവത്തെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവവചനത്തോട്, അതിൻ്റെ വിശ്വാസ്യതയോട്, അതിൻ്റെതായ ആ ഇമ്പോർട്ടൻസിനോട് താങ്കൾ ചൂണ്ടുവിരൽ ഉയർത്തിയാൽ ഒരിക്കലും താങ്കൾ അതിന് ഒരിക്കലും മനുഷ്യരോടല്ല ഉത്തരം പറയേണ്ടത്, ആ ദൈവത്തോടെയാണ്. അതുകൊണ്ട് തിരുവചനത്തോട് താങ്കൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും വളരെ ഗൗരവത്തോടെ ആയിരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ അറിയുവാൻ വളരെ വ്യക്തമായ ഒരു പ്രൈമറി സോഴ്സ് എന്ന പോലെ ദൈവം നമുക്ക് തൻ്റെ വചനം നൽകിയിട്ടുണ്ട്. ആ വചനത്തിലൂടെ അല്ലാതെ സത്യദൈവം ആരെന്ന് അറിയുവാൻ വേറെ ഒരു മാർഗവുമില്ല. എന്നാൽ ദൈവവചനത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ സേവിക്കുന്ന ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ വചനം വായിക്കുമ്പോൾ എന്നെ രക്ഷിക്കുന്ന യേശു ദൈവമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് തിരുവചന സത്യം. അല്ലാതെ മറ്റുള്ള ഉപദേശങ്ങൾ, അത് ഇനി ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്ന് പറഞ്ഞാലും അത് തികച്ചും തിരുവചന വിരുദ്ധമാണ്. അതിനെ അപ്പാടെ തള്ളിക്കളയുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും.